രാഹുലെ, ഈ വീഡിയോ ഉണ്ടായിരുന്നു. ഇത് കൈരളിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതില് ക്യാപ്ഷൻ വളരെ രസകരമായ ഒരു ക്യാപ്ഷനാണ്. സാർ ലഡു, ഷാഫി പറമ്പിലിനെതിരെ വി.ഡി. സതീശൻ അനുകൂലികളുടെ പരിഹാസം. വടകരയിലെ MP ഓഫീസിലെത്തി കോൺഗ്രസ് പ്രവർത്തകർ ലഡു വിതരണം ചെയ്തു. ഇതാണ് ക്യാപ്ഷൻ. എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് വരുന്നൊരു സംശയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സഹപ്രവർത്തകർ, ഞാൻ എൻ്റെ ഒരു സന്തോഷ നിമിഷത്തിൽ ഞാൻ താങ്കൾക്കൊരു ലഡു തന്നു കഴിഞ്ഞാൽ അതും കൈരളി വാർത്തയാക്കുക. ഇത് പരമ കുത്തിത്തിരിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന്റെ പേര് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം വരെ എല്ലാവരും ഒത്തുചേർന്ന് പോകുന്ന ഒരു നിമിഷമാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഒരു അടിയോ പിടിയോ ഒന്നും നമ്മൾ കണ്ടില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വന്ന് 10 ദിവസം വേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ. കാരണം 3 പേരുകളാണ് വന്നത്. ഒന്ന് രമേശ് ചെന്നിത്തല, ഒന്ന് വി.ഡി. സതീശൻ, ഒന്ന് KC വേണുഗോപാൽ. അപ്പോ എല്ലാവരുടെയും പിന്തുണ കൂടുതൽ MLA-മാരുടെ കൂടുതൽ ഭൂരിപക്ഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കാൻ നമ്മൾ കണ്ടതാണ്. MP-മാരെ എടുത്തു നോക്കിയാൽ പോലും അവരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കാൻ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ KC വേണുഗോപാലിനെ പിന്തുണച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം ഷാഫി ആക്രമിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ വി.ഡി. സതീശനാണ് യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ക്യാമ്പയിനിങ് നടന്നിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഷാഫി പറമ്പിൽ ആരാണ്? ഒരു കോൺഗ്രസ്സുകാരനല്ലേ, അല്ലാതെ CPM-ന്റെ ഓഫീസിൽ പോയൊന്നുമല്ലല്ലോ അവിടുത്തെ UDF-കാര് വിജയാഘോഷമായിട്ട് ലഡു കൊടുത്തത് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തതിന്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, UDF-ന്റെ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് തെരഞ്ഞെടുത്തത്. അതിന് കൈരളി ചാനൽ ഇത്രമാത്രം അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ഷാഫി പറമ്പിലിനെ BJP-യും CPM-ഉം ഒരേപോലെ ഭയപ്പെടുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഏറ്റവും വലിയ മാസ് ക്യാമ്പയിനർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ ഒന്നും ആയിരുന്നില്ല, അത് ഷാഫി പറമ്പിലായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഏകദേശം 19 മണ്ഡലത്തിൽ പോയി, ആകെ 140 മണ്ഡലങ്ങളിൽ 180 മണ്ഡലങ്ങളിലും ഷാഫി പറമ്പില് പോയി പ്രചാരണം നടത്തുന്ന നമ്മൾ കണ്ടത്. 80-90 മണ്ഡലങ്ങളിൽ പോയി എന്നാണ് എൻ്റെ അറിവ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾ ആകെ കിട്ടിയ 10-14 ദിവസം കൊണ്ട് ഇത് മുഴുവൻ കറങ്ങി തിരിഞ്ഞ് വരിക എന്ന് പറയുന്നത് ആരെ കൊണ്ടും കഴിയില്ല. അയാൾക്ക് ഊണവും ഉറക്കവും ഇല്ലാതെ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് രാത്രി 2 മണിക്ക് ട്രെയിൻ കയറിയിട്ട് അടുത്ത മണ്ഡലത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ നടന്നൊരാളാണ്. അപ്പോ ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടേ എല്ലാവരും ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഷാഫി പറമ്പിലിനെ കുറിച്ചാണ്. ശോഭാ സുരേന്ദ്രൻ, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമുണ്ട്, സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കൗൺസിലറുടെ ഒരു വിഷയവും ഉണ്ടായിരുന്നു. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പക്ഷെ ആർക്കെതിരെയാണ് പറഞ്ഞത്? ഇവരെല്ലാം നിയന്ത്രിക്കുന്നത് ഷാഫി പറമ്പിലാണ് ഇതിന്റെ എല്ലാം കാരണക്കാരൻ. അപ്പോൾ ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്ത് വലിയൊരു വിഭാഗം നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ഷാഫി പറമ്പിലിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മാസും ഈ ഹൈപ്പും ഇതെങ്ങനെങ്കിലും ഒന്ന് തകർക്കും. ഷാഫി പറമ്പിലിന്റെ വളർച്ചയെ ഇടതുപക്ഷവും BJP-യും ശക്തമായി തന്നെ ഭയപ്പെടുന്നു എന്നാണ്. തീർച്ചയായിട്ടും. ഇപ്പോ ഷാഫിയുടെ മതം പറഞ്ഞ് ഷാഫി ഒരു മുസ്ലിം ആയതുകൊണ്ട് കാഫിർ സ്ക്രീൻഷോട്ട് നമ്മൾ കണ്ടതാണ് വടകര തെരഞ്ഞെടുപ്പില്. വടകരയിൽ എത്ര വോട്ടിനാണ് വിജയിച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 1.5 ലക്ഷം വോട്ടിനാണ് വടകരയിൽ വിജയിക്കുന്നത്. അപ്പം അത്രയും വലിയൊരു മാസ് ക്യാമ്പയിനറാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. വടകര എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ പോയി ചെമ്പട ശൈലജ ടീച്ചറുടെ ചെമ്പട എന്ന് വിളിച്ചൊരു കുറെ ആളുകൾ ഉണ്ടായിരുന്നു അവിടെ കൂടെ നിന്നിട്ട് ഷാഫി പറമ്പിൽ കൂകി വിളിച്ച ആളുകൾ. അവരൊക്കെ പിന്നീട് ഏറിൽ കയറുന്നതാണ് നമ്മൾ കണ്ടത്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് അവിടെ വന്ന് മത്സരിച്ചു, വമ്പൻ ഭൂരിപക്ഷത്തിൽ, വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്രയും മണ്ഡലങ്ങളിൽ ഒരു മാസ് ക്യാമ്പയിനർ ആയിരുന്നു. ഇപ്പൊ ഞാൻ പറയാം, എന്റെ മണ്ഡലം പത്തനാപുരമാണ്. പത്തനാപുരത്ത് ആദ്യം വരുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിന്റെ മാസപ്രകടനം ഷാഫി പറമ്പിൽ വരുന്നു. വലിയ രീതിയിൽ യുവാക്കളും എവിടെ നിന്നൊന്നും അറിയാതെ വണ്ടികളും വാഹനങ്ങളും എല്ലാം നിറഞ്ഞു കുത്തി വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ വലിയൊരു മാസ് ഷാഫി വന്നു, പത്തനാപുരത്ത് വന്നു, അത് വലിയൊരു ട്രെൻഡായി മാറി. അപ്പോൾ പിറ്റേ ദിവസം ഗണേഷ് കുമാർ അതിനെ അടിക്കാൻ വേണ്ടിയിട്ട് വേടനെ കൊണ്ടുവരുന്ന സാഹചര്യം കൊണ്ടു. വേടനെ വന്നപ്പോൾ അതിലും വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാളാണ്. ഒരു ഇമ്പാക്ട് ഉണ്ട്. ഷാഫി പറമ്പിലിനെ കാണാൻ ആള് വരുന്നേ,
ഷാഫി പറമ്പിൽ ഒരു മണ്ഡലത്തിൽ വന്നു കഴിഞ്ഞാൽ ഷാഫിയെ കാണാൻ വേണ്ടിയിട്ട് ഓടി വരുന്ന എത്രയോ മനുഷ്യരുണ്ട്, എത്രയോ ദൂരെ നിന്ന് വരെ കാണാൻ വരുന്ന ആളുണ്ട്. അപ്പൊ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരാളെ ടാർഗറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അതിനു വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ പരിശ്രമിച്ചിരുന്നു. പക്ഷെ അതൊന്നും നടക്കാതിരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് വരുന്നത് നമ്മൾ കണ്ടത്. അപ്പൊ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ഹൈക്കമാൻഡിന് ഒരുപാട് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡ് നേരെ കെ സി വേണുഗോപാലിനെ അങ്ങ് പ്രഖ്യാപിച്ചാൽ പോരെ. എം പിമാരുടെ പിന്തുണ, നേരത്തെ പ്രസിഡന്റുമാരെ, നമുക്ക് KPCC പ്രസിഡന്റുമാര്, മുൻ KPCC പ്രസിഡന്റുമാരുടെ പിന്തുണ, അപ്പോ MLA മാരുടെ, MP മാരുടെ, ആരുടെ പിന്തുണ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് KC വേണുഗോപാൽ തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതെല്ലാം മാറ്റി നിർത്തി എന്തുകൊണ്ട് VD സതീശനെ തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങളുടെ പൾസ് എന്താണെന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഹൈക്കമാൻഡ് മുതിർന്നിരുന്നു എന്നതുകൊണ്ടാണ്. അവസാനം എന്തുകൊണ്ട്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലാക്കി കൂടായിരുന്നോ? രമേശ് ചെന്നിത്തല ഏറ്റവും ക്ഷീണ നേതാവാണ്. അപ്പൊ എല്ലാവർക്കും അവരവർ അഭിപ്രായമുണ്ട്. ഇന്റേണൽ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോ നമ്മുടെ VD സതീശൻ പറയുന്ന പോലെ ഇന്റേണൽ ഡെമോക്രസി എന്താണെന്ന് BJPയും CPM ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ കാലങ്ങൾ കുറെ എടുക്കണം. ഇന്റേണൽ ഡെമോക്രസി ഉണ്ട്. ആ ഇന്റേണൽ ഡെമോക്രസിയുടെ ഭാഗമായിട്ട് തന്നെയാണ് VD സതീശൻ മുഖ്യമന്ത്രിയായത്. വേറെ ഏത് പാർട്ടിയിൽ നടക്കും അങ്ങനെ? ജനങ്ങളുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട്, പാർട്ടി പ്രവർത്തകരുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും കൂടെ ആശയങ്ങൾ ഒത്തുകൂട്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത്രയും വലിയ ജനപിന്തുണ കിട്ടുന്ന ഒരാള് VD സതീശൻ ആയതുകൊണ്ടാണ്, ജനപിന്തുണ ഉണ്ടായതുകൊണ്ടാണ്. ആ ജനപിന്തുണ ഇല്ലെങ്കിൽ ഒന്നുകിൽ KCയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ ആകുകയുള്ളായിരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ സാധ്യത വരുന്നത് KC വേണുഗോപാലിനായിരുന്നു. പക്ഷെ അതെല്ലാം വിട്ടു നിർത്തി KC ഹൈക്കമാൻഡ് പടക്കാൻ പറ്റുമോ? ഒരിക്കലും. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് തന്നെ KC വേണുഗോപാലാണ് ഈ വന്ന കാലത്ത്. അപ്പോ ആ ഹൈക്കമാൻഡ് ആയിട്ടുള്ള KC വേണുഗോപാലിനെ വെട്ടിയിട്ട് VD സതീശൻ എന്ന് പറയുന്ന നേതാവിനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇന്റേണൽ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു സംവിധാനം, ഇവരൊക്കെ പറയത്തില്ലോ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന്, ലേശം കൂടിപ്പോയി എന്നൊക്കെ പറയത്തില്ലേ? ലേശം കൂടിപ്പോയി കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ, അത് ആ പാർട്ടിയുടെ ഒരു വിജയമാണ്. അപ്പോ ഷാഫി പറമ്പിലിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടായിരുന്നു. ഇപ്പോ എനിക്കും പ്രശാന്തിനും അഭിപ്രായമുള്ളതുപോലെ അത് സാധാരണപ്പെട്ട ആളുകൾക്കും അഭിപ്രായമുണ്ടെന്നേ. എല്ലാവരുടെയും അഭിപ്രായം ക്രോഡീകരിച്ചിട്ടാണ് ഹൈക്കമാൻഡ് അവസാനം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത്. അപ്പൊ ആ നിമിഷത്തിൽ അതായത് VD സതീശൻ മുഖ്യമന്ത്രി ആകരുത് എന്ന് നമ്മുടെ ഷാഫി പറമ്പിൽ പറഞ്ഞു. അതുകൊണ്ട് ഷാഫി പറമ്പിലിനെതിരെ തിരിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിലിനെതിരെ ഏറ്റവും കൂടുതലും സൈബർ ആക്രമണം നടത്തിയത് ഇവിടുത്തെ CPM-കാരാണ്. നമ്മൾ വിചാരിക്കും ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്, ലീഗുകാരാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ കോൺഗ്രസ്സുകാരോ ലീഗുകാരോ ഒന്നുമല്ല. ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ട് CPM-ന്റെ കറുത്ത കരങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആണെങ്കിലും ഈ കേരളയുടെ കുത്തിത്തിരിപ്പ് തുടരുമ്പോൾ UDF ഒരു സൈഡിൽ കൂടി ഭരണമുന്നേറ്റവുമായി പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളോട് ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ കെ സുധാകരന്റെ നിലപാട് എന്തായിരുന്നു? VD സതീശനെ ആക്കരുത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു VD സതീശനല്ല, 1000 VD സതീശന്മാരെ കൊണ്ട് നിറഞ്ഞതാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞു. അവസാനം ഹൈക്കമാൻഡ് ഒരാളെ നിർദ്ദേശിച്ചു. അപ്പൊ കെ സുധാകരൻ എന്താണ് പറഞ്ഞത്? അപ്പൊ കെ സുധാകരനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ നിലപാട് KC വേണുഗോപാലിന് കൊടുക്കാത്ത മോശമായി പോയില്ലേ എന്ന് വെച്ചപ്പോ ഹൈക്കമാൻഡിന്റെ നിലപാടിനോടൊപ്പം നിൽക്കുന്നു. ഹൈക്കമാൻഡ് പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കാൻ അർഹനല്ല. ഹൈക്കമാൻഡ് എന്ത് പറയുന്നു? അവസാന നിലപാട് ഹൈക്കമാൻഡിന്റെയാണ്. അത് അത്രയും കാര്യങ്ങൾ ക്രോഡീകരിച്ചാണ് ഹൈക്കമാൻഡ് ഈ കാര്യങ്ങൾ പറയുന്നത്. അല്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് എന്നാ VD ആയിക്കോട്ടെ, എന്നാ KC ആയിക്കോട്ടെ അങ്ങനെ പറയുന്നല്ലോ. അദ്ദേഹം ഓരോ നിർദ്ദേശകരെ വെച്ച് കൃത്യമായിട്ട് കേരളത്തിൽ സർവേ നടത്തി. ഈ സർവേ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിച്ചത്. ഈ 102 സീറ്റിലേക്ക് UDF വിജയിച്ചു കയറിയത് ചുമ്മാതാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? മേളിൽ ഇരുന്നുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുകയാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും നേതാവ് പറയാണ് ഇവരെ മത്സരിപ്പിച്ചാൽ മതി എന്ന്. അങ്ങനെയൊന്നുമല്ല. ഒരു മത്സരത്തിലേക്ക് 10-20 പേരുണ്ടായിരുന്നു. ആ 20 പേരുടെ പേരുകൾ വെട്ടി ഒരാളുടെ പേരിലേക്ക് എത്തണമെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച ആളുകൾ വന്ന് സർവേ എടുത്ത് ഗ്രൗണ്ട് റിപ്പോർട്ട് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൊടുക്കും. അതിനനുസരിച്ചാണ് ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അങ്ങനെയാണ് 102 സീറ്റ് എന്ന് പറയുന്ന വലിയൊരു സീറ്റിലേക്ക് എത്തിയത്. അത് ഹൈക്കമാൻഡിന് വലിയ പങ്കുണ്ട്. നമ്മൾ വിചാരിക്കും ഹൈക്കമാൻഡ് ഇതിൽ ഒരു കാര്യമില്ല, ഇവിടെ ആരും പണിയെടുത്തിട്ടില്ല. KC വേണുഗോപാൽ കൃത്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട്, രമേശ് ചെന്നിത്തല പണിയെടുത്തിട്ടുണ്ട്, VD സതീശൻ പണിയെടുത്തിട്ടുണ്ട്,
ഈ 140 മണ്ഡലങ്ങളിലും മത്സരിച്ച സ്ഥാനാർത്ഥികൾ പണിയെടുത്തിട്ടില്ലേ? പിന്നെ ആ സ്ഥാനാർത്ഥികളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ പണിയെടുത്തിട്ടില്ലേ? ഓരോ മണ്ഡലം കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളും പണിയെടുത്തിട്ടില്ലേ? ഇവരെല്ലാം കൂടി ചേർന്നാണ് ഈ പാർട്ടി. ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കിയത്. അല്ലാതെ ഒരാൾ വിചാരിച്ചാലൊന്നും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല ഒരു വിജയം എന്ന് പറയുന്നത്. എല്ലാവരും വി ഡി സതീശന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ടീം യു ഡി എഫ് ഒന്നിച്ചുകൊണ്ട് മാത്രമാണ് ഈ വിജയം ഉണ്ടായത്. അപ്പോൾ ഇതിന്റെ ഇടയിലൂടെ ഷാഫിയെ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയാമെന്ന് കരുതുന്ന ചില ആളുകൾ ഉണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിനെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല.